ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടി ബീഫ് ചട്ടി റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചട്ടിയിലാണ് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കണം, മൺചട്ടിയിൽ. വളരെ ഭയങ്കര ടേസ്റ്റാണ് ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ബീഫിന്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം, പെട്ടെന്ന് വരാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് 2 ഉള്ളി 3 ഉള്ളി, വെളുത്തുള്ളി, ഒരു ഇഞ്ചി, തക്കാളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോൺലെസ് ബീഫാണ്. അതിന് വേണ്ടി കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കൂടി നമുക്ക് കുക്കറിലാണ് ബീഫ് വേവിച്ചെടുക്കാനുള്ള പരിപാടിയാണ് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് അതിന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു സ്മെല്ലെല്ലാം, പച്ചമണമെല്ലാം മാറണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ബീഫ് അതിലോട്ട് ഇട്ട് കൊടുക്കണം. ബീഫ് ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം കുറച്ചിട്ട് ലേശം വേവാനുള്ള വെള്ളം മാത്രം നമുക്ക്, വേവിക്കാനുള്ള വെള്ളം മാത്രം നമുക്ക് ലേശം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കൊക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യണം. അപ്പോഴാണ് ബീഫിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് നമുക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിലോട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുക്കറിലൊരു 4-5 വിസിൽ ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പ് എല്ലാം കൂടി ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് ചതക്കാനുള്ള സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. മൺചട്ടി അടുപ്പത്തോട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എല്ലാം ചൂടായി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കണം. കടുക് പൊട്ടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിൽ കുറച്ച് ചുവന്ന മുളക്, ഉണക്കമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നിട്ട് ശേഷം നമ്മുടെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല കൂട്ട് എല്ലാം കൂടി അതിലോട്ട് നമുക്ക്, ഗ്രാമ്പ് കൂട്ട, ഇലക്ക, ജാതി ഐറ്റം എല്ലാം നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പച്ചമുളകും ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് റോസ്റ്റ് ചെയ്യാനുള്ള മസാലയാണ്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. സവാള എല്ലാം ഒന്ന് വാടി വരുന്ന ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചെറിയൊരു തക്കാളി യൂസ് ചെയ്ത്, ഓവർ തക്കാളി പാടില്ല, കുഞ്ഞ് തക്കാളി ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാടി വരുന്നതിന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി, ഉള്ളിയെല്ലാം ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ ബീഫ് വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബീഫ് റെഡിയായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ബീഫ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന വരെ ഹൈ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന വരെ ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് സെറ്റായി വരണം. അപ്പോൾ നമ്മുടെ ബീഫ് വന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. സെറ്റായി കിട്ടിയിട്ടുണ്ട്. ലേശം പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിന് മേലെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബീഫ് റോസ്റ്റ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല മണമെല്ലായിരിക്കും. എല്ലാവർക്കും പെട്ടെന്ന് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. കുക്കറുണ്ടെങ്കിൽ ഒരു ഈസിയാണ് നമ്മുടെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ ലാസ്റ്റ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.